അംബേദ്കറെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ഒരു നേരപോ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ചോദിക്കേണ്ട കാര്യങ്ങൾ ആരോടും ചോദിച്ചിരുന്നു, സാക്ഷാൽ ഗാന്ധിയോട് പോലും. അതുകൊണ്ടാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ ചോദിച്ചത്, ആരുടെ സ്വാതന്ത്ര്യത്തിനാണ് കോൺഗ്രസ് പോരാടുന്നത്? താഴെത്തട്ടിൽ ഉള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വിഡ്ഢിത്തമാണ് എന്ന് അംബേദ്കർ ധൈര്യത്തോടെ പറഞ്ഞു. അതുകൊണ്ടാണ് 1931 ഗാന്ധി അംബേദ്കറെ കണ്ടപ്പോൾ നിങ്ങൾ മാതൃരാജ്യത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അംബേദ്കർ പറഞ്ഞൊരു പ്രശസ്തമായ മറുപടി ഉണ്ട്. അംബേദ്കർ പറഞ്ഞു, ഗാന്ധിജി, എനിക്ക് മാതൃരാജ്യമില്ല. ആത്മാഭിമാനമുള്ള ഏത് തൊട്ടുകൂടാത്തവനും ഈ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല എന്നുള്ളതാണ്. അംബേദ്കറുടെ സ്വാതന്ത്ര്യ സങ്കല്പം തന്നെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നതിലൂടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ എന്നും സാംസ്കാരിക സാമൂഹിക സ്വാതന്ത്ര്യത്തിന് ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദളിതനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ബ്രാഹ്മണാധിപത്യം അവസാനിക്കണം. ഒരു കുടിയാനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ജന്മിത്ത് അവസാനിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം സാർത്ഥകമാകണമെങ്കിൽ പുരുഷാധിപത്യ സാമൂഹിക ഘടനയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ സാമൂഹിക സങ്കല്പം തന്നെ ഇല്ലാതാകണം. എങ്കിൽ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നാണ് അംബേദ്കർ പറഞ്ഞത്. തീർച്ചയായും അംബേദ്കർ ഉറക്കെ വായിക്കേണ്ട ഒരു കാലമാണിത്. അംബേദ്കർ അന്ന് ചോദിച്ച പല ചോദ്യങ്ങളും ഈ സ്വാതന്ത്ര്യത്തിന്റെ 80-ാം വർഷത്തിലും ഇവിടെ മുഴങ്ങിക്കെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.